നമസ്കാരം. വയനാട്ടിൽ ഷിഗല്ല സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെ തെക്കൻ ജില്ലകളിലേക്കും ഷിഗല്ലയുടെ ഭീതി എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ് ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വയനാട്ടിലായിരുന്നു സമീപ ദിവസങ്ങളിൽ ഏറ്റവും വലിയ ആശങ്ക സൃഷ്ടിച്ച ഷിഗല്ല രോഗബാധ കൺഫേം ചെയ്ത്. ഇതിന് പിന്നാലെ കൊല്ലം ജില്ലയിലും ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതായി പുതിയ വാർത്തകൾ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ 2 വിദ്യാർത്ഥികൾക്കാണ് ഈ രോഗം സ്ഥിരീകരിക്കുന്നത്. 8 വയസ്സുകാരനായ ഒരു ആൺകുട്ടിയും 12 വയസ്സുകാരിയായ പെൺകുട്ടിയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടുകയും അവരുടെ ടെസ്റ്റിൽ അവർ ഷിഗല്ല പോസിറ്റീവാണെന്ന് കണ്ടെത്തുകയും ചെയ്യും. അവർ ചികിത്സയിലാണ്, പ്രത്യേകം സജ്ജീകരിച്ച വാർഡുകളിൽ ചികിത്സയാണ്. ആരോഗ്യനില ഇവരുടെ തൃപ്തികരമാണ്. എന്നാൽ ഇവർക്ക് കടുത്ത പനിയായിരുന്നു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിയവരെ സംശയത്തെ തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഈ വയനാട്ടിൽ കോളിയാടി മാർ ബസേലിയസ് AUP സ്കൂളിലെ 8 കുട്ടികൾക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഇവിടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് വയനാട് DMOയുടെ വിവരമുണ്ട്. ഈ സ്കൂളിൻ്റെ കിണറ്റിലെ വെള്ളത്തിലാണ് ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടെന്ന് സംശയിച്ചിരുന്നത്. എന്നാൽ ബാക്ടീരിയയുടെ സാന്നിധ്യം ആ വെള്ളത്തിൽ നിന്ന് കണ്ടെത്താനായിട്ടില്ല. എന്നാൽ വെള്ളത്തിലെ മാലിന്യങ്ങളിൽ മറ്റും ബാക്ടീരിയ വൻതോതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രോഗത്തിൻ്റെ ഉറവിടം കിണർ വെള്ളം തന്നെയാകാനാണ് സാധ്യത എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. വെള്ളം ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സോഴ്സായിട്ട് പറയുന്നത്. 44 പേരാണ് ഈ ബത്തേരിയിലെ വിവിധ ആശുപത്രികളിലെ ഈ ഷിഗല്ല രോഗബാധ അല്ലെങ്കിൽ സംശയിച്ച് വിവിധ ലക്ഷണങ്ങളോടെ ചികിത്സ കഴിയുന്നത്. ഇതിൽ 502 പേരിലാണ് ഷിഗല്ലയുടെ ലക്ഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നെന്മേനി, അമ്പലപ്പുഴ, നൂൽപ്പുഴ പഞ്ചായത്തുകളിലെ ബത്തേരി മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് രോഗം നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഏറ്റവും ചെയ്യാൻ സാധിക്കുന്നത് ആദ്യം തന്നെ വെള്ളത്തിൽ നിന്നാണ് ഇത് പടരാനുള്ള സാധ്യത വളരെ കൂടുതൽ. വെള്ളം ശുദ്ധീകരിക്കുക, വെള്ളം ശുചിയാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ഷിഗല്ല ഈ മഴക്കാലം ശക്തമായതോടെയാണ് ഈ ഷിഗല്ല ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങളും പകർച്ചവ്യാധികളും പടരാൻ സാധ്യത കൂടുന്നതെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ ഒരു കണ്ടെത്തൽ. അങ്ങനെയാണെങ്കിൽ ഈ കുടലിലാണ് ഇതിൻ്റെ അണുബാധ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കഠിനമായ വയറിളക്കം, പനി, വയറുവേദന, ഛർദി എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങളെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. ഈ രോഗാണുക്കളെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനജലം കുടിക്കുന്നതിലൂടെയും മലിനമായ വെള്ളത്തിൽ തയ്യാറാക്കുന്ന ആഹാരം കഴിക്കുന്നത്, ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിക്കുന്നവർക്ക് വരെയും ഈ അസുഖം പടരാമെന്ന് സാധ്യതയുണ്ട്. കുട്ടികളെ മുതിർന്നവരെക്കാളും കുട്ടികളിലും പ്രായമായവരിലാണ് രോഗം ഗുരുതരമാകാൻ സാധിക്കുന്നത്. അത് പ്രധാനമായിട്ട് ഇമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടാണ്. നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി സ്വതവേ കുട്ടികൾക്കും മുതിർന്നവർക്കും കുറവായിരിക്കും. അതുകൊണ്ടാണ് അത് കൺസേൺ ആയിട്ട് പറയുന്നത്. എന്നാലും ആരോഗ്യവകുപ്പ് വിവിധ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ദഹന വ്യവസ്ഥയെ, ഇപ്പോൾ ഷിഗല്ല എന്താണെന്നൊക്കെയുള്ള കുറേ ആൾക്കാരൊക്കെ സംശയിച്ചു. ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയയാണ് ഷിഗല്ല. ശരീരത്തിൽ പ്രവേശിച്ച് കുടലിൽ രോഗബാധ ഉണ്ടാക്കുന്നു. ഇതിനെ അവസ്ഥയെ ഷിഗല്ലോസിസ് എന്നാണ് പറയുന്നത്. ഈക്കോളി ബാക്ടീരിയയുമായിട്ട് ജനിതക ബന്ധമുള്ള ബാക്ടീരിയകളുടെ ജനുസാണ്. അതായത് ഈക്കോളി ബാക്ടീരിയ പലയിടങ്ങളിലും മലിനമായ ജലങ്ങളിലൊക്കെ കണ്ടെത്തുന്നുണ്ട്. ആറുകളിലും തോടുകളിലൊക്കെ ഈക്കോളി ബാക്ടീരിയയുടെ അളവ് കണ്ടിട്ടുണ്ട്. വയറിളക്കം, രക്തവും കഫവും കലർന്ന മലം, വയറുവേദന, ഛർദി, വയറൊഴിഞ്ഞു പോകുന്നില്ല, വയറ്റിൽ നിന്ന് പോകുന്നില്ല എന്നുള്ള തോന്നൽ തുടങ്ങിയവയ്ക്കാണ്. ചിലപ്പോൾ ന്യൂമറോളജിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി, പെട്ടെന്ന് നമുക്ക് ബോധം നശിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഇപ്പോഴത്തെ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ കണക്ക് പറഞ്ഞാൽ പരവൂരും കൊല്ലത്തിൻ്റെ പാലത്തറ മേഖലയാണ് ഈ രോഗം നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പരവൂർ, പാലത്തറ രണ്ടും കൊല്ലം ജില്ലയിലെ സ്ഥലങ്ങളാണ്. ഈ പരവൂരിൽ നേരത്തെയും ഷിഗല്ലയുടെ സാന്നിധ്യം ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു അതുമായിട്ട്. പക്ഷേ എന്തായാലും നിലവിൽ അവരുടെ ആരോഗ്യനിലയ്ക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ആരോഗ്യനില തൃപ്തികരമായിട്ടാണ് തുടരുന്നത്. ഞാൻ പറഞ്ഞത് ആദ്യം തന്നെയാണ്, വൃത്തിഹീനമായ ഭക്ഷണം, മലിനജലം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വയനാട്ടിൽ ഓൾറെഡി ഈ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ടുപുറകിലാണ് കൊല്ലത്തും ഇത് എത്തിയിരിക്കുന്നത്. എന്തായാലും ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇപ്പോൾ ഈ രോഗബാധയ്ക്ക് തൊട്ടു പിന്നാലെ രോഗലക്ഷണമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ചികിത്സാ സംവിധാനം അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി സ്ക്രീനിങ് ഒക്കെ നടത്തുന്നുണ്ട്, രോഗബാധ ആർക്കൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിനേക്കാളൊക്കെ മറ്റൊരു പ്രധാനപ്പെട്ട നിപ്പയും കൂടെ കോഴിക്കോട് സ്ഥിരീകരിച്ച സമയമാണ്. അതായത് മഴക്കാലത്തോടെ ഇങ്ങനത്തെ രോഗങ്ങൾക്കൊക്കെ ഒരു കൂട്ടമായി കേരളത്തിനെ ആക്രമിക്കുക എന്ന് പറയുന്നവരാണ്. നിപ്പ കോഴിക്കോട് ഫറോക്ക് സ്വദേശിക്കാണ്. അദ്ദേഹം ഒരു വ്യാപാരിയാണ്. അദ്ദേഹത്തിൻ്റെ വിശദമായ റൂട്ട് മാപ്പ് പുറത്തുവിട്ടുണ്ട്. അത് സാധാരണ ഫ്രൂട്ട് ബാറ്റുകളിൽ നിന്നാണ് ഈ നിപ്പ ഉണ്ടാകുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അതിനകത്ത് സ്ഥിരീകരണങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ ഫറോക്ക് സ്വദേശിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഗോഡൗൺ അദ്ദേഹം റെന്റിനെടുത്തിരുന്നു വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി. അവിടെ വവ്വാലുകളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അതിനകത്തൊന്നും ക്ലാരിറ്റി വന്നിട്ടില്ല. എന്തായാലും അതും ഇപ്പോൾ
ഒരു ആശങ്കയായിട്ട് കേരളത്തിൽ നിലനിൽക്കാം. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഷിഗല്ലയും നിപ്പയും കേരളത്തിലേക്ക് വീണ്ടും ഒരു സീസണിന് ശേഷം എത്തുന്നു എന്ന് വേണം പറയാനായിട്ട് ഈ വാർത്തകൾ. അപ്പോൾ എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങളാണ്. എല്ലാവർക്കും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. 100 സെൻറ്റിഡിഗ്രി എങ്കിലും വെള്ളം തിളപ്പിക്കാൻ, പച്ചവെള്ളമാണെങ്കിൽ അത് തിളപ്പിക്കാൻ സാധ്യത, പച്ചവെള്ളം പരമാവധി കുടിക്കാതിരിക്കുക എന്നൊക്കെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ തോന്നുന്നത് ഈ വാർത്തകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഈ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ചില വയനാട്ടിലൊരു കുട്ടി കൂടി അവസാനമായി ഷിഗല്ല സ്ഥിരീകരിച്ചായിട്ട് പറഞ്ഞത് ബസേലിയസ് സ്കൂൾ, ഞങ്ങൾ ആദ്യം പറഞ്ഞ മാർ ബസേലിയസ് സ്കൂളിലെ കുട്ടിയാണ്. അപ്പോൾ എന്തായാലും കോർപ്പറേഷൻ പരിധിയിലുള്ളവരാണ് ഈ കൊല്ലം രോഗബാധ സ്ഥിരീകരിച്ച കുട്ടികൾ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങിയ കണ്ടെത്തുക, എവിടെ നിന്നാണ് ഈ രോഗം പടരാൻ സാധ്യതയുള്ളത് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ടോ, വെള്ളം പരിശോധിക്കുന്ന അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിൽ താമസിക്കാതെ തന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ആരോഗ്യവകുപ്പ് നൽകുന്ന പ്രത്യേക നിർദ്ദേശങ്ങൾ, ഹൈജീൻ, വ്യക്തിശുചിത്വവും, വെള്ളം ഉപയോഗിക്കണം, മലിനജലം ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയ ഒരുപാട് മുന്നറിയിപ്പുകളുണ്ട്. ഇതെല്ലാം കൃത്യമായി പാലിക്കേണ്ടതും എല്ലാ പൊതുജനങ്ങളുടെയും കൂടി ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ്. ഇത് കൃത്യമായിട്ട് പാലിക്കാൻ നമുക്ക് മറ്റൊരു ദിവസം കൂടുതൽ വാർത്തകളും വിവരങ്ങളും നിങ്ങളോടൊപ്പം ചേരാം. നന്ദി.